പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇതേപോലെ കളർഫുൾ ആക്കാൻ വീഡിയോയുടെ സ്ക്രീൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രോ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ കുറെ അധികം നാളുകൾക്ക് ശേഷം നമ്മൾ ഇതൊരു ചലഞ്ച് വീഡിയോ ചെയ്യുകയാണ്. ചലഞ്ച് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബേസുമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. അതെ, നമ്മുടെ ബ്രോ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു ബിയർ ഡ്രിങ്കിങ് ചലഞ്ച് ആണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ ബ്രോ ഉണ്ട്. ബ്രോ എന്തായാലും ബിയർ ഒന്നും കഴിക്കാറില്ല. പുള്ളി ഹെൽത്ത് ഒക്കെ നോക്കുന്നതാറും വയറും ചാടും, എന്നെ പോലെ വയറൊക്കെ ചാടിയിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ബിയർ ഇപ്പൊ കഴിക്കാറില്ല അധികം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ ഇതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ അന്ന് എം ഡി ചെയ്തതുപോലെ തന്നെ ഒരു സോളോ നമ്മൾ അന്ന് ഓർമ്മയില്ല, ബ്രോക്കോ ഡ്രിങ്കിങ് ചലഞ്ച്, അത് എം ഡി സോളോ ആയിട്ട് ചെയ്തു. അടിച്ച് പീസായിട്ട് 2-3 ദിവസത്തേക്ക് പിന്നെ മദ്യം തന്നെ നിരോധനമായിരുന്നു. അപ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഇത് ബ്രോക്കർ അല്ല, ദിസ് ഈസ് എ ബിയർ ഡ്രിങ്കിങ് ചലഞ്ച് വീഡിയോ. അപ്പോൾ എം ഡിക്ക് എത്ര ബിയർ കഴിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ചറിയാം. പക്ഷേ അതിനിടയിൽ ഞാൻ ബിയറിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇതിനു മുമ്പ് ഞാൻ ഒരു ചലഞ്ച് അല്ലാത്ത രീതിയിൽ ബിയറൊക്കെ ഒരു ചലഞ്ച് പോലെ കുടിച്ചതാണ്. അപ്പൊ എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോ അതാണ്, ബിയർ ഡ്രിങ്കിങ് ഡേ ഈസിയർ, ദ ബിയർ ഡ്രിങ്കിങ് ചലഞ്ച് ഡേ ഈസിയർ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ. ഞാൻ മധ്യ ലോകത്തേക്ക് കടക്കുകയാണ് മക്കളെ. ലെറ്റ്സ് ഗോ. ഒരു ഓൾ ദി ബെസ്റ്റ് നാടേ. താങ്ക് യു. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും ഇവിടെ. അപ്പോൾ ഇന്ന് എന്തും സംഭവിക്കാം. ചിലപ്പോ ഇന്നത്തോടെ എം ഡിയെ നിങ്ങൾ കാണത്തില്ലെന്നും വരും. അങ്ങനൊന്നും മദ്യപാനിയെ തോൽപ്പിക്കാനാവില്ല മക്കളെ. എം ഡി അല്ല, നിനക്ക് ലിക്കറല്ലേ? യെസ്, ഗുഡ് ഈവനിങ്. ഒത്തിരി കാലമാണ്. നാളെ കാണില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് 5 ബിയറാണ് എന്റെ ടാർഗറ്റ്. എങ്ങനെയായി തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഒന്ന് ചലഞ്ചിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറാതെ. സോ ഐ ആം ഗോണ ടേക്ക് ദിസ് ചലഞ്ച് just not like ending, just like the old മദ്യപാനി. അപ്പോൾ ഇന്ന് ഞാൻ മദ്യപാനിയാണ്, അല്ലാതെ എം ഡി അല്ല. പക്ഷെ നമ്മുടെ ചാനൽ റിമെയിൻസ് എം ഡി ടി. പക്ഷെ നമ്മൾ ഇന്ന് പഴയ മദ്യപാനി ആയതിന്റെ ഈ ഒരു അംഗമൊക്കെ നേടാൻ സാധിക്കത്തുള്ളൂ. ഇത്രയും ബിയറുകളുണ്ട്, ഒരു ഗ്യാരണ്ടി ഇല്ല എനിക്ക് ഇത്രയും കഴിച്ചു തീർക്കാൻ സാധിക്കും. പക്ഷെ ഈ വണ്ടി എവിടം വരെ പോകുമോ നോക്കാം. ഒരു ചലഞ്ചിൽ നമ്മൾ പിന്മാറുന്നു. കൊണ്ട് കിടത്തേക്കണേ, എന്നെ വിട്ടിട്ട് പോയില്ലേട്ടാ. ഇപ്പം ഒന്നാമത് ഇതിനകത്താണ്, ഇവന്മാരുടെ ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ ഇവിടെ കിടക്കുന്ന അറിയത്തില്ല. അപ്പൊ എന്താണ് ഗാസ്? ഓക്കെ ഗാസ്, ഇറ്റ്സ് ടൈം ഫോർ ദ ചലഞ്ച്. അപ്പോൾ നമ്മൾ ബഡ്വൈസറും മേടിച്ചിട്ടുണ്ട്, കിങ് ഫിഷർ ബ്ലൂവും മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിരുന്നാലും ഫസ്റ്റ് റൗണ്ട് നമ്മൾ എന്തായാലും ബഡ്വൈസറിൽ തന്നെ തുടങ്ങുകയാണ്. ഇത് നമ്മുടെ ബ്രോയിഡ് കേട്ടോ, നമ്മൾ അക്കൗണ്ട് തുടങ്ങുകയാണ് മക്കളെ. പക്ഷെ ഇന്നത്തെ ചലഞ്ച് വീഡിയോക്ക് ബെറ്റർ ഇത്തിരി പതപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ഗ്യാസ് എല്ലാം കൂടെ കയറി എന്റെ പണി എന്ന് പോയല്ലേ. അപ്പോൾ നമ്മുടെ ബ്രോയുടെ മോർഫിയസ് ഇതിനകത്ത് ഒഴിക്കാനല്ല, ഇതിനകത്ത് ഒഴിച്ച് ഇന്ന് ഇത്ര അടിക്കാനാണെങ്കിൽ ഇന്നത്തോടെ എം ഡിയുടെ ചാപ്റ്റർ ക്ലോസ് ആവും. ഇന്നേരം വേണം മോനെ സോഡ ചോദിക്കാൻ പറ. Okay. Cheers to all. Drink responsibly. This is not a motivating video. Self enjoyment and entertainment. Alcohol consumption is always injurious to health. Our first round to Mike Woody തുടങ്ങുകയാണ്.
ഞാനിവിടെ പതപ്പിച്ചൊക്കെ നിലത്തൊക്കെ നല്ലപോലെ അത്തപ്പൂ ഇട്ട് വെച്ചിട്ടുണ്ട് പണ്ട്. ഇതൊരു ഫുൾ ഗ്ലാസിനുള്ള ബിയറാണ്. ഒന്നാം റൗണ്ട് മൈക്ക് വടി. ഇത്രയും പേരും കൂടെ ഉള്ളു കേട്ടാ. ഒരെണ്ണം തീർന്നടാ. പക്ഷെ ഇതണ്ട, ഞാൻ പതപ്പിച്ചൊഴിച്ചതിന്റെ ഗുണമായിട്ടാണ് ഗ്യാസ് ഒരു തരി പോലും ഇല്ലാത്ത കണ്ട. സംഭവം അമൃതൊക്കെയാണ്. 2 ഗ്ലാസ് അകത്ത് ഇരുന്നെങ്കിൽ പിന്നെ പ്രശ്നമാണ്. അപ്പൊ ഒന്നാം റൗണ്ട് മയക്കുവെടി കഴിയും. എന്നാൽ ജംപ് ടു നെക്സ്റ്റ് റൗണ്ട് മയക്കുവെടി. അടുത്ത റൗണ്ട് മയക്കുവെടിക്കുള്ള ഇന്ധനം. അതുപോലെ തന്നെ തുടക്കത്തിലെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ പലർക്കും ഒരു സംശയം വരും. ബഡ്വൈസറിന്റെ കൂടെ സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും ബഡ്വൈസർ മാത്രമേ കഴിക്കുന്നുള്ളൂ. പിന്നെ എന്തിന് അതിന്റെ കൂടെ KF ബ്ലൂ മേടിച്ചിരിക്കുന്നത്? അപ്പോൾ പലരും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവൻ ഇത് 3 മേടിച്ചിട്ട് 2 അവനെ കൊണ്ട് ഉരുട്ടിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ നിങ്ങളുടെ MD അങ്ങനെ ചെയ്തില്ലെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. എനിക്ക് അങ്ങനെ കള്ളത്തരം കാണിച്ച് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ആവശ്യം. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബഡ്വൈസർ ആ കൂടെ 3 ഉണ്ടായിരുന്നു, മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ് 3. പിന്നെ KF ബ്ലൂ ആണെങ്കിൽ അധികം ഇല്ലതാണ്, തണുക്കാത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു കോംബോയിൽ മേടിച്ചത്. പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെയല്ലേ കഴിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ബിയറും ഒഴിച്ചു തീർക്കാൻ സാധിക്കും. പക്ഷേ അത് നിങ്ങൾ നമ്മുടെ പഴയ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കുടിക്കുമ്പോ ഒരു വല്ലായ്മയാണ്. അത്ര അവറായി വരുന്നുണ്ട് മക്കളെ. ബഡ്വൈസർ ആണ്. ഇനി KF ബ്ലൂ കൂടെ അകത്ത് പോകുമ്പോ ഏതും രൂപത്തിലാകുമോ എന്തോ. സന്തോഷ വാർത്തയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് 3 ബഡ്വൈസറും 2 KF എന്തിനാ മേടിച്ചത്. പലർക്കും സംശയം വരും. അത് കാരണം ഞാൻ അവരോട് ചോദിച്ചായിരുന്നു, തണുക്കാത്തതുണ്ടെങ്കിൽ എടുത്ത് ഫ്രീസറിൽ വെക്കാവോ. അപ്പോൾ നമ്മുടെ ബ്രദേഴ്സ് അത് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവന്മാരെ ഞാനങ്ങ് പാക്ക് ചെയ്യുകയാണ്. അടുത്ത റൗണ്ട് 2 കുശലന്മാരായിട്ടുള്ള ബഡ്വൈസറിനെയും കൊണ്ട് ഞാനിപ്പോ വരാം. എത്തിപ്പോയി മക്കളെ നമ്മുടെ മുത്ത്. ഇപ്പോഴാണ് കോറം തികഞ്ഞത്. എല്ലാരും ബഡീസ് അല്ല, ബഡ്വൈസർ. സോ നൗ ദി തിങ് ഈസ് ഈവൻ. നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദി വീഡിയോ. തണുപ്പിത്തിരി കൂടുതൽ അവിടെ തണുക്കാത്ത ആൾക്കാരെ അടിച്ച് തീർക്കണം. ഇത്തിരി ഇൻഡീസൻ പരിപാടികളൊക്കെ കാണാൻ കേട്ടാ. തലയ്ക്ക് പിടിച്ചം വരുക. ഇത് പത മാത്രമല്ല കേട്ടോ. പത മാത്രമാണോ ഇത്? ഇതിനകത്തിരിക്കുന്നു. ഇതെന്താ അത്ഭുതം! ഇത് ഫൗള കേട്ടോ. ഞാൻ ഇത്ര ഒഴിച്ചതായിരുന്നു. എന്നാലേ നല്ലപോലെ ഒഴിച്ച് ഇത്ര ആവേണ്ട സമയം കഴിയും. എന്നിട്ടും ബിയർ അതുപോലെ ഇരിക്കുന്നു. പോക്കത്രം കാണിക്കരുത് കേട്ടോ.
വീട്ടില്ല മക്കളെ, പതയെങ്കിൽ പത. ഇനി എംഡി കൈവിട്ട് പോകും കേട്ടോ കുറച്ച് കഴിയുമ്പോ. നിങ്ങൾ ആരും ഒന്നും തോന്നരുത്. ഇല്ലെങ്കിൽ ഓക്കെ ഗൈസ്, നമ്മൾ ലാസ്റ്റ് ബോട്ടിലെത്തി. എനിക്കെന്തായാലും ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ബ്രോ, ഒരു ചെറുതടിച്ച് സഹായിക്കാമോ? അല്ലേലും ഫൈനൽ റൗണ്ട് ബൈക്ക് പിടിക്കും ഒരാളോളം വേണ്ട. അതൊന്നൊരു കാര്യം വെച്ചാൽ ഇതിൽ പറയാൻ പാടില്ല. ഇതിൽ പതഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയും കൂടെ ഞാൻ അടിക്കേണ്ടി വരും. അടിക്കല്ലേ? അതാണ് എന്റെ അവസ്ഥ. അതാണ് എന്റെ അവസ്ഥ. It's time for the final round, Mike. ഓഹോ, ലിക്കർ 60 പിയെ ഒറ്റ വലി. എന്ത് ലോകമാണ്. ഇനി എന്തായാലും എനിക്ക് അടിക്കാൻ വയ്യ. ബ്രോ, സഹായിക്കാമോ ഒരിക്കൽ കൂടെ? ആ ബാക്കിയുള്ളത് താങ്കൾ ഇനിയും വേണം ചെയ്യാൻ ചോദിക്കാം.
ഇത് ഇവിടുത്തെ പ്രോ പ്ലെയർ ആണ്. Wow, good shot. അല്ല ഇപ്പൊ അവിടെ വീണ ഏതായിരുന്നു പിന്നെ? സ്ട്രൈക്കറല്ലേ വീണത്? എന്നിട്ട് പുള്ളിക്ക് എന്തോ പിന്നെയും കളിക്കാൻ പറ്റിയത്? മിസ്സായില്ല. അത് വേണ്ടായിരുന്നല്ലേ? സ്പീഡ് കൂടി പോയല്ലേ? പവർ കൂടി പോയി. Bad luck. അതിന്റെ 11 ക്ലീൻ ആയിരിക്കും. അല്ല സ്ട്രൈക്ക്